കോടികൾ ചിലവിട്ട് പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ് ക്ഷീരമേഖല. ലക്ഷ്യം തെറ്റിയ പദ്ധതികൾ കാരണം പല സംഘങ്ങളും പൂട്ടേണ്ടി വന്നു. ഉൽപാദന ചെലവും വരുമാനവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നത് കർഷകരാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കോഴിക്കോട് ജില്ലയിൽ ക്ഷീരവികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ക്ഷീരമേഖലയിൽ ചെലവഴിച്ചത് 42 കോടിയോളം രൂപ. എന്നാൽ ഇതിനാനുപാതികമായ വളർച്ച ഉണ്ടായിട്ടുമില്ല. പശുവിനെ വളർത്താൻ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരാത്ത ഒരു അവസ്ഥയാണ്. യുവകർഷകർ തീരെ മുന്നോട്ട് വരുന്നില്ല. കേരള സർക്കാരിൻ്റെ കാലിത്തീറ്റയ്ക്ക് ഇവിടെ ഭയങ്കര വിലയാണ്. ഇത് കർഷകന് ഒരു ദിവസം ഈ പുല്ലും കാലിത്തീറ്റയും കൂടെ വാങ്ങിയിട്ട് കറവിൻ്റെ കൂലിയും കൂടെ കൊടുത്തിട്ട് കർഷകന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കേരളത്തിൽ കർഷകരെ തളർത്തുന്ന സ്ഥിതിയാണ്. പത്രത്തിൽ കാണാൻ നമ്മൾ കർഷകന് ഇന്ന ആനുകൂല്യം ഉണ്ടെന്ന, പക്ഷെ ആ ആനുകൂല്യം താഴെ തട്ടിലേക്ക് വരുമ്പോൾ ആ ആനുകൂല്യം കിട്ടുന്നില്ല. അതായത് ഓരോ കാര്യങ്ങൾ ഇന്ന പേപ്പർ ശരിയില്ല, ഇന്ന പേപ്പർ ഇന്നതാണ്, ഇന്ന പേപ്പർ മറ്റേതാണ്, അങ്ങനെ പറഞ്ഞ് ഇവർ കർഷകനെ തളർത്തി ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ സൊസൈറ്റി ഓരോ സൊസൈറ്റിയിലും 10-50 കർഷകരായി മാറി. ക്ഷീരകർഷകരും പറയുന്നത് ദുരിതം പേറുന്ന ജീവിതകഥയാണ്. ഇനിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഇടപെടൽ ഉണ്ടാകണം. ജനം, കോഴിക്കോട്.